ഹലോ ഗൈസ്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു വണ്ടിക്ക് എന്താണ് വിഷയം, എന്തായിരുന്നു കംപ്ലൈൻറ്റ്. സോറി തുടക്കം മുതൽ പറയും. കുറച്ച് നാൾ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ബൈക്കിന് ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. അതായത് സ്പീഡോമീറ്ററിൽ സ്പീഡ് കാണിക്കുന്നില്ല, കിലോമീറ്റർ മറിയുന്നത് ഓഡോമീറ്റർ വർക്ക് ആവുന്നില്ല, ഗിയർ ഇൻഡിക്കേഷനും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് മൂന്നും കൂടി എങ്ങനെ ഒരുമിച്ച് കംപ്ലൈൻ്റ് ആയി എന്നതായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടിരുന്നത്. ഒരുപാട് പേര് ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇതേ ഇഷ്യൂ പലർക്കും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിന് കാരണമെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പം പട്ടി കുരയ്ക്കുന്നു, തത്ത വിളിക്കുന്നു, കാക്ക കരയുന്നു. ഇപ്പോൾ കുറച്ചുകൂടെ പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോകും. ഇതിലും പീസ്ഫുള്ളായ ഒരു സ്ഥലം ഇവിടെ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമത്തിൻ്റെ ഭംഗിയും എല്ലാം നിങ്ങൾക്ക് കാണാനും കഴിയും. വയലും തൊട്ടടുത്തൊരു ക്ഷേത്രവും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം. കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ എടുക്കണം, അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. ബട്ട് ടൈമില്ലാത്തതുകൊണ്ട് അതൊന്നും നടക്കാറില്ല. എനിക്കിഷ്ടമാണ് വീഡിയോ ഷൂട്ട് ചെയ്യാനും സംസാരിക്കാനും കോണ്ടൻറ് ക്രിയേഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ബട്ട് വർഷത്തിലൊരിക്കൽ ഞാൻ വീഡിയോ ഒന്നിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കറിയാം ആരും എന്നെ ഓർത്തിരിക്കാൻ പോകുന്നില്ല. ഇപ്പം പലരും എന്നെ നോക്കുന്നുണ്ട്. അപ്പുറം ഇപ്പുറമുള്ള വീട്ടിലുള്ളവരൊക്കെ നോക്കിയിട്ട് വിചാരിക്കുന്നുണ്ട് ഏത് പൊട്ടനാ ഇവിടെ വയലിൻ്റെ കരയിൽ വന്ന് എന്തൊക്കെയോ കാര്യങ്ങളിരുന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഈ വണ്ടിയുടെ ഈ കേബിൾ എന്ന് പറയുന്നത്, അതായത് ഈ കാണുന്ന കേബിള്, ഓക്കെ, ഈ കേബിള് ഞാൻ ടേപ്പ് അടിച്ച് വെച്ചിട്ടുണ്ട് ഒട്ടിച്ചിട്ട്. ഈ പോകുന്ന ഈ സെൻസർ ഉണ്ടല്ലോ, ഈ സെൻസർ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സ്പീഡ് സെൻസ് ചെയ്യാനും അതുപോലെ കിലോമീറ്റർ, നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ ഓടുന്നു എന്ന് സെൻസ് ചെയ്യാനും വേണ്ടി മാത്രമുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാനന്ന് വിചാരിച്ചിരുന്നത് ഗിയർ ഇൻഡിക്കേഷൻ എന്തുകൊണ്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു നമ്മുടെ ഈ ചെയിനിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും സെൻസർ സ്വിച്ചോ വല്ല കാര്യങ്ങളോ കാണും, അതായിരിക്കും ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ച് വെച്ചിരുന്നത്. ബട്ട് അങ്ങനെയല്ല. പലരും അതുപോലെ ഒരു തെറ്റിദ്ധാരണ ഉള്ള ആൾക്കാർ എനിക്ക് ഇൻസ്റ്റയിൽ ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്, ബ്രോ എന്ത് പറ്റി, വണ്ടി ശരിയായോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ ഞാൻ പറയാം. ഇതിലൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഓരോ സിംഗിൾ ഗിയർ മാറുമ്പോഴും അത് സെൻസ് ചെയ്യാനായിട്ടൊരു ഫിസിക്കൽ ഗിയർ സ്വിച്ച് ഇതിൽ അവൈലബിൾ അല്ല. ബട്ട് ഇതെങ്ങനെയാണ് ആ ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോർ വെഹിക്കിൾസിൻ്റെ ബ്രെയിനായിട്ടുള്ള ECU, അതായത് ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് അഥവാ നമ്മുടെ എൻജിൻ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന ആ ഒരു സാധനമാണ് കാൽക്കുലേറ്റ് ചെയ്യുകയും എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്തിട്ട്, അതായത് നമ്മുടെ സ്പീഡും RPM ഒക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ECU എന്ന് പറയുന്ന ആ ഒരു ബ്രെയിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ എന്നെപ്പോലെ പലരും വിചാരിച്ച് വെച്ചിരുന്നു ഈ നമ്മുടെ ഈ ഗിയർ സ്പ്രോക്കറ്റിൻ്റെ അവിടെ എന്തോ ഒരു സെൻസറോ എന്തോ കാര്യങ്ങളുണ്ട്, അതാണ് ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കാൻ സഹായിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഈ ഇഷ്യൂ നേരിടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു കേബിൾ ചെക്ക് ചെയ്യുക, അത് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ഈ സ്പീഡോമീറ്ററും ഓഡോമീറ്ററും വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗിയർ ഇൻഡിക്കേഷൻ കാണിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ക്ലോസ് ടു 1K ആണ്, 1000 സബ്സ്ക്രൈബർ ആവാറായി. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പുതിയൊരു ചാനലാണ്. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് പഴയ ചാനൽ ഹാക്കായി പോയി. ഏകദേശം 20,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ചാനൽ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. അപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം.